ഹലോ മുത്തുമണീസ്. അപ്പം നമുക്കിന്ന് കുഞ്ഞ് ചെമ്മീൻ കിട്ടിയിരുന്നു. അതിൻ്റെ കൂടെ പച്ചക്കായും ഇട്ട് നമുക്കൊരു തേങ്ങ അരച്ചൊരു കറി ഉണ്ടാക്കിയാലോ. അപ്പോൾ ആദ്യമായി കാണുന്നവർ സപ്പോർട്ട് ചെയ്യണേ. പിന്നെ ഇത് നന്നാക്കി എടുക്കാൻ ഇത്തിരി പണി എടുക്കേണ്ടി വന്നു കേട്ടോ, കുഞ്ഞ് ചെമ്മീനായതുകൊണ്ട്. നമ്മൾ നാളികേരത്തിലേക്ക് 2 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പാകത്തിന് ഉപ്പ്, ഇതെല്ലാം കൂടിയിട്ട് ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കും. പിന്നെ ഒരു 1/2 കിലോളം ചെമ്മീൻ ഉണ്ടാവുമെന്ന് കരുതുന്നു. പിന്നെ ഓരോരുത്തരുടെ അളവനുസരിച്ച് ചെയ്യുക കേട്ടോ. പിന്നെ ഞാൻ അതിന് 2 പച്ചക്കായ എടുത്തിരുന്നു. ഒരു 15 വെറ്റ് ചുവന്നുള്ളി നീളത്തിൽ അരിഞ്ഞെടുത്തു. ഇഞ്ചിയും അതേപോലെ തന്നെ ഞാൻ നീളത്തിൽ അരിഞ്ഞെടുത്തു. കായ ഞാൻ വട്ടനെയാണ് നുറുക്കിയെടുക്കുന്നത് കേട്ടോ. പിന്നെ പച്ചമുളക് നെടുകെ നമ്മളൊരു 6 കീറിയത്, കുടപ്പുളി ഒരു 6 പീസ് ഉണ്ടാവും. അത് നമ്മൾ ചൂടുവെള്ളത്തിലാണ് സോക്ക് ചെയ്യാൻ എടുത്ത് വെച്ചത് കേട്ടോ. അപ്പം ഇതെല്ലാം നമ്മൾ സെറ്റാക്കിയിട്ട് നമ്മൾ ചട്ടി വെച്ചു. ചട്ടി ചൂടായി വരുമ്പോൾ നമ്മളതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണയിൽ തന്നെ വെച്ചാലാണ് ചെമ്മീൻ കറിയൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ. വെളിച്ചെണ്ണയാണെങ്കിൽ ഇപ്പോൾ നല്ല വിലയാണ് കേട്ടോ. വെളിച്ചെണ്ണയുടെ അരികത്ത് കൂടി ഇപ്പോൾ പോകാൻ പറ്റുന്നില്ല നാളികേരത്തിൻ്റെയും. അപ്പോൾ അതേ ഉലുവ പൊട്ടി 2 പെരുംജീരകം ഇട്ടു. 2 വെച്ചാൽ ഒരു 5-6 വെറ്റ് പെരുംജീരകം ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് വീണ്ടും താളിക്കുമ്പോൾ അത് വേണ്ടതാണ്. അപ്പോൾ അതിലേക്ക് നമ്മുടെ ഉള്ളി, ഇഞ്ചി, പച്ചമുളക് ഇട്ട് ഒരു പകുതി വേവ് നമ്മൾ വഴറ്റി യോജിപ്പിച്ചെടുക്കും. അതിലേക്ക് ഈ അരപ്പ് നമ്മൾ ഒഴിച്ചു കൊടുത്ത് ഒരുപാട് നമ്മൾ കട്ടിയിൽ കുറുതാക്കി എടുക്കില്ല. അത് എന്താ വെച്ചാൽ കുറച്ച് കഴിയുമ്പോൾ അത് നല്ല ഇങ്ങനെ കുറുതായി വരും. അപ്പോൾ ഒരു നല്ലോണം ഒരു കനം കുറച്ച് തന്നെയാണ് നമ്മൾ എടുക്കുന്നത്. ഞങ്ങളുടെ വീട്ടിലെല്ലാവർക്കും ഒരുപാട് കട്ടിയുള്ളത് ഇഷ്ടമല്ല കേട്ടോ. അപ്പോൾ അതനുസരിച്ച് ഓരോരുത്തരും ഇഷ്ടം അനുസരിച്ച് ചെയ്യുക. എന്നിട്ട് അതിലേക്ക് നമ്മൾ കുടപ്പുളി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അരപ്പിലേക്ക്. അത് വന്ന് കഴിയുമ്പോൾ നമ്മളതിലേക്ക് ഈ നന്നാക്കി വെച്ച ചെമ്മീൻ ഇങ്ങനെ ഇട്ട് കൊടുക്കുക. അതിന് ശേഷം ഈ ചെമ്മീൻ ഇട്ടതിന് ശേഷം നമ്മൾ കായും അരിഞ്ഞത് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പം ഇതെല്ലാം ഇട്ട് ഒരു 10 മിനിറ്റിന് മേലെ നല്ല തിളച്ച് വെന്ത് പാകമായി വരുമ്പോൾ നമ്മളതിലേക്ക് ചെറിയ ഉള്ളി ആണ് അരിഞ്ഞ് വെച്ചിരിക്കുന്നത്. അതിലേക്ക് 2 ചുവന്നുള്ളിയും 2 വെറ്റ് ഉലുവ, 2 പെരുംജീരകവും ഇട്ട് നമ്മൾ താളിച്ചിറക്കുക കേട്ടോ. അത്രയേ ഉള്ളൂ. നല്ല ടേസ്റ്റാണ് പൊടിച്ചെമ്മീനും പച്ചക്കായും ഇട്ട് ചാറ് വെക്കുന്നത് കേട്ടോ. പൊടിച്ചെമ്മീനാണ് ഇങ്ങനെ ചാറ് വെക്കാനായിട്ട് നല്ല ടേസ്റ്റ്. വലിയ ചെമ്മീൻ കിട്ടിയാൽ പിന്നെ നമുക്കത് റോസ്റ്റ് പോലെ ചെയ്യണതാണ് നല്ലത് കേട്ടോ. നിങ്ങൾക്ക് എല്ലാം ഓരോരുത്തരുടെ ഇഷ്ടം. എന്തായാലും കറി ഞങ്ങൾക്ക് നല്ല ഇഷ്ടമായിട്ടാണ്. അപ്പോൾ നിങ്ങൾക്കും ഇഷ്ടമാവുമെന്ന് കരുതുന്നു. നല്ല ടേസ്റ്റാണ്. നിങ്ങളും ഇങ്ങനെ ചെയ്തു നോക്കാം. അപ്പോൾ നിങ്ങളെല്ലാവരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഓക്കെ, ടാറ്റ, ബൈ ബൈ. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുമ്പിലേക്ക് പോകാൻ പറ്റുള്ളൂ. ഓക്കെ, ടാറ്റ.